ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 13,130 ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 196.7 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈൻ നിഫ്റ്റിയിലുണ്ടായിരുന്നു. തുടർന്ന് 12,758 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. സെൻസെക്സിൽ ഏകദേശം 695 പോയിൻറ്റ്സിനടുത്തുള്ളൊരു ഡിക്ലൈനും ബാങ്ക് നിഫ്റ്റിയിൽ 541 പോയിൻറ്റ്സിനടുത്തുള്ളൊരു ഡിക്ലൈനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ONGC, ഗെയിൽ, അദാനി പോർട്സ്, SBI ലൈഫ്, കോൾ ഇന്ത്യ ഇവരായിരുന്നു ഇന്ന് ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല നിഫ്റ്റി 50യിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെപ്പാടെ 7 സ്റ്റോക്കുകളിലായിരുന്നു അഡ്വാൻസസിൽ നിന്നത്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും 43 സ്റ്റോക്കുകളിൽ ഒരു ഡിക്ലൈൻ മോഡിലായിരുന്നു, ഡൗൺ സൈഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുമ്പോൾ PSU ബാങ്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറിലും തന്നെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ന് കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ, ഒരു ബുള്ളിഷ് ക്യാൻഡലിന് ശേഷം നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ആയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നു ഇത്. അതുമാത്രമല്ല നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് പറഞ്ഞ ഏകദേശം 12,900 ആ ഒരു റേഞ്ചിനെ ഇന്ന് മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിനെ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞിടത്തോളം ഇപ്പോൾ നമ്മൾക്ക് 12,700 റേഞ്ചുകളിലാണ് ഒരു അടുത്ത നല്ലൊരു സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ തുടർന്ന് 12,600 റേഞ്ചുകളും നല്ലൊരു സപ്പോർട്ടുകൾ നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് തരുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നാളത്തെ മാർക്കറ്റിൽ ഏകദേശം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഏകദേശം 12,830 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചുകളായിരിക്കും നിഫ്റ്റിക്ക് സപ്പോർട്ടുകളായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്നുണ്ടോ, ഈ ഒരു റേഞ്ചുകളൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു റേഞ്ചുകളെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നിഫ്റ്റിയിൽ ഒരു പക്ഷേ അടുത്തൊരു അപ്പ് മൂവിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം നമ്മൾക്ക്. അതുപോലെ തന്നെ നാളത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട വിഷയം മന്ത്ലി എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റിൽ ഒരു നല്ലൊരു വോളറ്റിലിറ്റിക്കുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചുകളിൽ 12,900 എന്നുള്ളൊരു റേഞ്ചിനെ മാർക്കറ്റിന് വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മാർക്കറ്റിലൊരു പ്രതീക്ഷിക്കുന്ന വകകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു 12,700-600 റേഞ്ചുകൾ നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് അടുത്തൊരു റാലിക്കുള്ള അല്ലെങ്കിൽ അടുത്തൊരു അപ്പ് മൂവിനുള്ള പ്രതീക്ഷകൾ നമ്മൾക്ക് പ്രതീക്ഷകളുടെ വക മാർക്കറ്റിലുണ്ട്. അതല്ല ആ റേഞ്ചുകളെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോളിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു മാർക്കറ്റിൽ. RSI ഇൻഡിക്കേറ്ററിൽ ഒരു കൂൾ ഓഫുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് നല്ലൊരു സൂചനയായിട്ട് എടുക്കാം. അടുത്തൊരു റാലിക്കുള്ള ഒരു സാധ്യതകൾ സ്പേസുകൾ വീണ്ടും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിലും നല്ലൊരു ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ തന്നെയാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 29,000 തുടർന്ന് 28,570 ഈ ഒരു റേഞ്ചുകളിലാണ് 28,500 ആ ഒരു റേഞ്ചുകളിലാണ് നിഫ്റ്റിക്ക് അടുത്തൊരു സപ്പോർട്ടുകളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചുകളും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നാളത്തെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും ഒന്ന് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഒരു പോസിറ്റീവാണ് ഉണ്ടായത് എങ്കിലും ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഈ ഒരു സമയത്ത് കാണുന്നത് US ഫീച്ചേഴ്സിൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ US മാർക്കറ്റിലും ഒരു സൈഡ് വേ സെഷൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. യൂറോപ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം FTSEയിൽ ഒരു 50% മുകളിൽ 0.5% മുകളിലുള്ളൊരു ഡിക്ലൈൻ കാണുന്നു. അതായത് ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് യൂറോപ്യൻ മാർക്കറ്റിൽ കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡ് ഈ ഒരു സമയത്ത് കാണുന്നു. SGX നിഫ്റ്റി 35 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആവുന്നു. ഇനി ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ രൂപയുടെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഡോളറിനെ അഗൈൻസ്റ്റായിട്ട് ഒരു ചെറിയ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ ആണ് ഈ ഒരു സമയത്ത് കാണുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റിയിൽ നല്ലൊരു കുറവ് വന്നിരിക്കുകയാണ്. പോസിറ്റീവ് മൂഡിലാണ് എങ്കിലും 24 കോടി കഴിഞ്ഞ ദിവസങ്ങളിലൊരു പാർട്ടിസിപ്പേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവ് വന്ന ഒരു പാർട്ടിസിപ്പേഷനാണ് ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ഡ്രോവൽ തുടരുകയാണ്. 1,840 കോടിയുടെ ഒരു വിത്ഡ്രോവലാണ് ഇന്ന് കണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് FIIൻ്റെ ആക്ടിവിറ്റി നമ്മൾക്ക് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സൈഡ് വേ അല്ലെങ്കിൽ ഒരു ഇൻഡിസിസീവായിട്ട് നിലനിൽക്കുന്നു. ബൈയിങ് മോഡിലാണെങ്കിൽ തന്നെയും പാർട്ടിസിപ്പേഷൻ വളരെ കുറഞ്ഞിരിക്കുന്നു അവരുടെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും ഒരു സൈഡ് വേ സെഷനിലേക്ക് പോകുന്നു ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ലെവലുകളൊക്കെ നമ്മൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വാച്ച് ചെയ്യണം. കാരണം ആ ഒരു ലെവലുകളെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിഫ്റ്റിയിലെ ഒരു കറക്ഷൻ മൂഡിനുള്ള സാധ്യതകൾ, നല്ലൊരു ഫോളിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റേഞ്ചുകളിലൊരു കൺസോളിഡേഷൻ അല്ല അതിനെ തുടർന്നുള്ളൊരു അപ്പ് മൂവ്, ഇതിനു മുമ്പ് നമ്മൾ കാണുന്ന പോലത്തെ ഒരു കറക്ഷന് ശേഷമുള്ളൊരു റാലി, അങ്ങനത്തെ ഒരു സാധ്യതകളായിരിക്കും നിഫ്റ്റിക്ക് നിലനിൽക്കുന്നുണ്ടാവുക.
സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇന്ന് എല്ലാ സ്റ്റോക്കുകളും തന്നെ ഒരു കറക്ഷൻ മോഡിലായിരുന്നു. ഇന്ന് ഒഴുക്കിന് കുറുകെ നീന്തിയ ഒരു സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്. അപ്പോൾ ഇതിൽ വീണ്ടും ഒരു നല്ലൊരു 4 ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കറക്ഷന് ശേഷം വീണ്ടും നല്ലൊരു റാലികളാണ് 4 ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ ബിയറിഷ് ക്യാൻഡിലാണ് എങ്കിലും നമ്മൾക്കൊരു കൺഫർമേഷൻ വേണം പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നാളത്തെ മൂവുകളും ഈ ഒരു സ്റ്റോക്കുകളിലുള്ളൊരു മൂവുകളും വാച്ച് ചെയ്യുക. കാരണം എല്ലാത്തിലും ഒരു ഹാങ്ങിങ് മാൻ, ഒരു ബിയറിഷ് എൻഗൾഫിംഗ് അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ എന്ന രീതിയിലാണ് എല്ലാ സ്റ്റോക്കുകളിലും തന്നെ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ ആവുന്നുണ്ടോ എന്നൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു സ്റ്റോക്കുകൾ കൺഫർമേഷൻ തരാതെ അടുത്തൊരു ബുളിഷ് ക്യാൻഡിലൊക്കെ തരികയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്റ്റോക്കുകളും പ്രതീക്ഷിക്കുന്ന വകകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ മൊഡേണ അവരുടെ കോവാക്സിനെ സംബന്ധിച്ചിടത്തോളം അത് പല രാജ്യങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഡിസ്കഷൻ പല കൺട്രികളായിട്ട് നടക്കുന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ ഇന്ന് മണി കൺട്രോളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഒരു ന്യൂസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. കാരണം അവർ ഈ ഒരു അപ്രൂവലൊക്കെ കിട്ടി അതിനുശേഷം ബാക്കി കൺട്രികൾ വിവിധ രാജ്യങ്ങളിലേക്ക് മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ ഒരു പോസിറ്റീവ് ഹോപ്പിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസിനെ ഒന്ന് ട്രാക്ക് ചെയ്യണം. ഇനി അതിൽ തന്നെ ഓർഡർ വിനുകൾ നോക്കിക്കഴിഞ്ഞാൽ L&Tയുടെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിന് അവർക്ക് നല്ലൊരു ഏകദേശം 2500 മുതൽ 5000 കോടിക്കുള്ളിൽ വർത്ത് ചെയ്യുന്ന ഒരു ഓർഡർ, അതായത് ബ്രഹ്മപുത്ര റിവറിന് അഗെയിൻസ്റ്റ് അതിൻ്റെ അക്രോസ് ആയിട്ട് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ്റെ ഇതായിട്ടൊരു ഓർഡർ വിൻ കിട്ടിയിരിക്കുന്നു അവർക്ക്. ഇനി അതുപോലെ തന്നെ HDFCയെ സംബന്ധിച്ചിടത്തോളം റിനൈസൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ അവർ ഏകദേശം 19.9%, 20%-അടുത്തുള്ളൊരു സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യാൻ പോകുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ലക്ഷ്മി വിലാസ് ബാങ്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ ഭാഗത്തു നിന്നും DBSുമായിട്ടുള്ള ഒരു മെർജ് ചെയ്യാനുള്ളൊരു അപ്രൂവൽ അവർക്ക് കിട്ടി എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ എക്കണോമിക് ടൈംസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഡ്രാഫ്റ്റ് മർജർ സ്കീമിനുള്ള അതും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മർജർ സ്കീമിനുള്ള ഒരു അപ്രൂവലും ഏകദേശം വന്നു എന്ന രീതിയിലാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ആയിരുന്നു. തുടർന്ന് ഇന്നലെ ലക്ഷ്മി വിലാസ് ബാങ്കിൽ ചെറിയൊരു അപ്പ് മൂവ് കാണാനുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇൻഗർസോളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോകുന്നുണ്ടായിരുന്നു ഏകദേശം 4.5% സ്റ്റേക്ക് പ്രൊമോട്ടറിൻ്റെ ഭാഗത്തു നിന്ന്. അത് നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടി എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. 273% റെസ്പോൺസാണ്, 2 മടങ്ങിലധികം റെസ്പോൺസാണ് നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നതെന്ന് കാണിച്ചിരിക്കുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്നായിരുന്നു ഓഫർ ഫോർ സെയിലിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ JSW സിമെൻസിൻ്റെ ഒരു IPO മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന എന്നൊരു ന്യൂസ് അപ്ഡേറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ 2022 പുഷ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സാഹചര്യങ്ങളും കൊറോണയുടെ ഒക്കെ ഒരു ഇമ്പാക്റ്റുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അത് 2020 അടുത്ത 2 വർഷത്തിന് ശേഷം കൺസിഡർ ചെയ്യും എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകളായിരുന്നു കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റേറ്റിംഗ് CLSA അവരുടെ റേറ്റിംഗ് ബൈ റേറ്റിംഗ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈഷർ മോട്ടോഴ്സിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾക്ക് ഈ ഒരു സമയത്ത് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും ഇന്ത്യയുടെ മാർക്കറ്റ് സാഹചര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നാളെ മന്ത്ലി എക്സ്പയറി ആണെന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ഒക്കെ ഒന്ന് കോഷ്യസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. പ്രത്യേകിച്ചും ഒരു ബിഗിനറായിട്ടാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നാളത്തെ നല്ലൊരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എൻട്രികളൊക്കെ ഒന്ന് കോഷ്യസ് ആയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലെവലുകൾ നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിലാണ് ആ ഒരു ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉടനെ അടുത്തൊരു റാലിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മൾക്ക് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പാക്റ്റുകൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു മൂവുകൾ കൊടുക്കാനായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ റിസൾട്ട് സീസണെല്ലാം അടുത്തൊരു Q3 റിസൾട്ട് സീസണെല്ലാം നമുക്ക് ഇനിയും ലേറ്റ് ആകുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.